ഹാട്രിക് മോഹവുമായി രംഗത്തിറങ്ങിയ ആന്റണി ജോണിന് മോഹഭംഗം. രണ്ടാം അംഗത്തിനിറങ്ങിയ ഷിബു തെക്കുമുറത്തിന്റെ തേരോട്ടത്തിൽ ആന്റണി ജോണിന് കാലിടറി. 2016 സിറ്റിംഗ് MLA TU കുരുവിളയെയും 2021 ഷിബു തെക്കുമുറത്തെയും പരാജയപ്പെടുത്തിയ ആന്റണി ജോൺ കോതമംഗലത്ത് 10 വർഷം തുടർച്ചയായി MLA ആയി പ്രവർത്തിച്ചു. DYFI നേതാവായിരുന്ന ആന്റണി ജോൺ 2016 അപ്രതീക്ഷിതമായാണ് കോതമംഗലത്ത് LDFന്റെ സ്ഥാനാർത്ഥിയായത്. R. അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന CPM ഏരിയ കമ്മിറ്റി ഒറ്റക്കെട്ടായുള്ള ആവശ്യം അവഗണിച്ചാണ് ജില്ലാ നേതൃത്വം ആന്റണി ജോണിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. TU കുരുവിളയ്ക്കെതിരെ യുവത്വത്തിന്റെ പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ട ആന്റണി ജോൺ 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം കൈവരിച്ചത്. പിന്നീട് ജനകീയ MLA എന്ന നിലയിൽ ആന്റണി ജോൺ മണ്ഡലത്തിൽ നിറസാന്നിധ്യമായി. 2021 വിജയം ഉറപ്പിച്ചാണ് വീണ്ടും സ്ഥാനാർത്ഥിയായത്. ഷിബു തെക്കുമുറമായിരുന്നു എതിരാളി. 20,000-ൽ നിന്ന് 6,000-ലേക്ക് ഭൂരിപക്ഷം താഴ്ന്നെങ്കിലും വിജയം ഒപ്പം നിന്നു. മറ്റാരെയും പരിഗണിക്കാൻ കഴിയാത്ത വിധം പാർട്ടിക്കുള്ളിൽ പൂർണ്ണ സമ്മതനായാണ് ഇത്തവണ ആന്റണി ജോൺ സ്ഥാനാർത്ഥിയായത്. 2 ടൈം നിബന്ധനയും ആന്റണിയുടെ കാര്യത്തിൽ പരിഗണിക്കപ്പെട്ടില്ല. ഹാട്രിക് വിജയം ഉറപ്പെന്ന പ്രതീക്ഷയിലാണ് CPMഉം LDFും ആന്റണി ജോണിനു വേണ്ടി പ്രചരണം നടത്തിയത്. ഷിബു തെക്കുംപുറത്തിനെതിരെ UDFനുള്ളിലുണ്ടായിരുന്ന അമർഷവും LDFന് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. ആന്റണിയുടെ ജനകീയതയും വികസന പ്രവർത്തനവും വോട്ടായി മാറുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. കഴിഞ്ഞ 2 തവണയും സഹായകരമായിരുന്ന പല ഘടകങ്ങളും ഇത്തവണ ആന്റണിക്ക് എതിരായിരുന്നു. കഴിഞ്ഞ 2 തവണയും പിന്തുണച്ച് രംഗത്തിറങ്ങിയവർ ഇത്തവണ മാറി ചിന്തിച്ച് ഷിബുവിനു വേണ്ടി രംഗത്തിറങ്ങിയത് ആന്റണിക്ക് തിരിച്ചടിയായി. ഇത്തവണ ഷിബു ജയിക്കട്ടെ എന്ന ചിന്ത മധ്യവർഗത്തിനിടയിൽ വളർത്തിയെടുക്കപ്പെട്ടതും ആന്റണിക്ക് വിനയായി. യാക്കോബായ സഭയിൽ നിന്നുള്ള പിന്തുണയും ഇത്തവണ കാര്യമായി ഉണ്ടായില്ല. LDF സർക്കാരിനെതിരായ വികാരവും ആന്റണിക്ക് പ്രതികൂലമായ ഘടകമാണ്. പ്രചരണ രംഗത്ത് കഴിഞ്ഞ 2 തവണത്തേതുപോലുള്ള ആധിപത്യം നിലനിർത്താൻ LDFന് കഴിഞ്ഞില്ല. സമൂഹമാധ്യമങ്ങളിലെ പ്രചരണത്തിലും നിറം മങ്ങിയിരുന്നു. തുടക്കത്തിലെ ഉണ്ടായിരുന്ന അമിത ആത്മവിശ്വാസം വിനയായെന്ന വിലയിരുത്തലും നേതാക്കൾക്കിടയിൽ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.